സർ, ഇന്ന് കേരളത്തിൽ അമിത്ഷാ എത്തിയിരിക്കുകയാണ്. 2026 അധികാരത്തിൽ എത്തുമെന്നുള്ളൊരു വാക്കാണ് ഇപ്പോൾ അമിത്ഷാ കേരളത്തിന് കൊടുത്തിരിക്കുന്നത്. ഒപ്പം എന്തൊക്കെയോ ചില തന്ത്രങ്ങൾ അമിത്ഷായിലൂടെ BJPയിലൂടെ കേരളം കാണാനിരിക്കുന്നു. ഈ ചില ജീവികളുണ്ട്, ഈ പതിയിരുന്ന് ഇരയെ പിടിക്കുന്ന, അതൊരു വലിയ തന്ത്രം. അത് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പക്ഷിമൃഗാദികളിൽ നിന്നൊക്കെ പഠിക്കേണ്ടതുണ്ട് മനുഷ്യൻ. പഞ്ചതന്ത്ര കഥകളൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വരുന്നുണ്ടല്ലോ, സാരാംശമൊക്കെ വരുന്നുണ്ട്. ഈ പക്ഷിമൃഗാദികളിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ട്. പണ്ട് നമുക്കറിയാവുന്നതാണ് ഈ ഒരു ചിലന്തി വല കെട്ടാൻ ശ്രമിച്ചതും അല്ലേ, അതിങ്ങനെ. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് വിജയത്തിലേക്ക് പോകുന്നത് ഒരു രാജാവ് കണ്ടു മനസ്സിലാക്കുകയൊക്കെ ചെയ്ത കഥ നമുക്കറിയാവുന്നതാണ്. എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഈ ചെറിയ ചെറിയ വിഭാഗീയതയും സൗന്ദര്യപ്പിണക്കം കൊണ്ടൊന്നും അതൊക്കെ ആ ഒരു വഴിക്കൂടെ പോകും. അതിനെയൊക്കെ തന്നെ അടക്കി ഒതുക്കി ഇരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അമിത്ഷാ ചെയ്യുന്നത്. അമിത്ഷാ ഇവിടെ ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ ഈ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട്, കേരളത്തിൽ ഇത്തിരി ജാതി കളി കൂടുതലാണ്, വർഗീയ രാഷ്ട്രീയം ഉണ്ട്. അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളായ CPM നയിക്കുന്ന LDF, കോൺഗ്രസ് നയിക്കുന്ന UDF, ഇതിലെ രണ്ട് പ്രധാന പാർട്ടികളാണ് CPMഉം കോൺഗ്രസും. ഇവരിലുള്ള ഘടകകക്ഷികളെയൊക്കെ NDA മുന്നണിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രവും അമിത്ഷാ ആലോചിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, കുറേ നാളുകളായിട്ട് വളരെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശശി തരൂർ. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ MP ആണ്. തരൂർ നരേന്ദ്രമോദിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു, കോൺഗ്രസിനകത്ത് നിൽക്കുകയും ചെയ്യും. നരേന്ദ്രമോദിയെ വാഴ്ത്തുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിന് ഇഷ്ടമുള്ള ഓരോ കുട്ടും കൊടുക്കുന്നുണ്ട്. അത് കോൺഗ്രസിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും കൂടെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ പിന്നിട്ടിരിക്കുന്ന വേളയിൽ അതിനെക്കുറിച്ച് ലേഖനം ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും ഈ രാജ്യത്തുണ്ടാക്കി വെച്ചിട്ടുള്ള കിരാത വാഴ്ച. അത് ശരിയാണ്, ഒരു ക്രൂരതയുടെ പര്യായമായിരുന്നു സഞ്ജയ് ഗാന്ധി എന്നാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധി സ്വന്തം അമ്മയെ വരെ തല്ലിയിട്ടുണ്ട് സഞ്ജയ് ഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രി കസേരയിൽ കയറി ഇരിക്കുമായിരുന്നു. നിർബന്ധിത വന്ധ്യംകരണം വരെ നടത്തിയിട്ടുണ്ട് അന്നത്തെ സമയത്തൊക്കെ. ഡൽഹിയിലെ ചേരി പ്രദേശമൊക്കെ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തി. അപ്പോൾ ഇതൊക്കെ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ നടന്നതാണ്. ഇതൊന്നും ആരും മറന്നിട്ടൊന്നുമില്ല. കേരളത്തിലും അതുപോലുള്ള കൊടിയ ക്രൂരതയും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് വളരെ കൃത്യമായിട്ട് ഇന്ദിരാഗാന്ധിയും മകനും കൂടി ചെയ്ത് കൂട്ടിയ ആ കാളരാത്രിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിനെ നിശ്ചിതമായി വിമർശിക്കുകയാണ്. കോൺഗ്രസ് ഇങ്ങോട്ട് ഏത് തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ചാലും പോടാ പുല്ലേന്നുള്ള മട്ടിൽ കളഞ്ഞിരിക്കുകയാണ്. എനിക്കിതൊക്കെ നിസ്സാരമാണ്, എന്നെ അങ്ങ് ഇറക്കി വിട്ടേക്കൂ എന്നാലൊട്ട് കോൺഗ്രസ് അതും ചെയ്യുന്നില്ല. അപ്പോൾ ശശി തരൂര് കോൺഗ്രസിനെ പിളർത്തും, ഉറപ്പാണ്. കേരളത്തിലെ ദേശീയ തലത്തിൽ തന്നെ ഇപ്പം തരൂര് ഖാർഗയ്ക്കെതിരെ മത്സരിക്കുമ്പോൾ നല്ലൊരു ശതമാനം വോട്ട് തരൂരിന് ലഭിക്കുകയുണ്ടായി. 23 അംഗ സംഘം ഈ ദേശീയ നേതൃത്വത്തെ തിരുത്താനായിട്ട് വരെ വരികയും ചെയ്തു. അപ്പൊ തരൂരിൻ്റെ നേതൃത്വത്തിൽ ഒരു പിളർപ്പുണ്ടാക്കിയാൽ കോൺഗ്രസിനകത്ത് 2026 കോൺഗ്രസിൻ്റെ UDFിൻ്റെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റും. കോൺഗ്രസിനെ പ്രധാനമായിട്ടും BJP ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. കാരണം 2014 അധികാരത്തിൽ വന്നപ്പോൾ തന്നെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെച്ചത്. അവരുടെ പ്രഖ്യാപിത ലക്ഷ്യവും അതായിരുന്നു. അത് പല സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിക്കൊണ്ട് വരികയാണ്. അപ്പോൾ അത് കേരളത്തിലേക്കും അത് എത്തിപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിനെ തകർക്കുക, അതിലൂടെ UDFിലുള്ള ഘടകകക്ഷികളെ മുഴുവൻ NDAയിലേക്ക് കൊണ്ടുവരിക.
CPM-ഉമായിട്ട് ഇനിയൊന്നും ഒരു തരത്തിലുള്ള സന്ധിയുമില്ല. അവരുമായിട്ട് CPM ഒക്കെ വെട്ടിലാകുന്ന നാളുകളായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. പിണറായിക്ക് ചിലപ്പോൾ US-ൽ തന്നെ തുടരാം, ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അമിത്ഷാ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. തരൂരും ഒറ്റയ്ക്കല്ല ഈ ഇത്തരത്തിലുള്ള നരേന്ദ്രമോദി സ്തുതി നടത്തുമ്പോൾ അതിന് പിന്നിൽ അമിത്ഷായുടെ ചാണക്യ തന്ത്രം തന്നെയുണ്ട്. കേരളത്തിൽ തരൂരും രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ചില നീക്കുപോക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊന്നിച്ച് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലണ്ടൻ സർവകലാശാലയിലെ നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ്. ആ പ്രഭാഷണത്തിൽ കടന്നു വന്നു. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ലോക സമ്പദ് വ്യവസ്ഥയിൽ 4ാമത്തെ ശക്തിയായി തീർന്നിരിക്കുന്നു. ഇന്ത്യ ലോകത്തെ ഭീകരാക്രമണത്തെ എങ്ങനെ നേരിട്ടു, ഭീകരവാദികളെ എങ്ങനെ അമർച്ച ചെയ്തു, ഭീകരതയുടെ ഉറവിടമായ പാകിസ്ഥാനോട് എങ്ങനെ സമീപിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ ലോകമെമ്പാടും നടന്ന് വിശദീകരിച്ച നയതന്ത്ര വിദഗ്ധൻ തന്നെയാണ് ഡോക്ടർ ശശി തരൂര്. ആ ശശി തരൂരിനെ ഇറക്കിക്കൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിനെ പിളർത്തി പുതിയൊരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊള്ളുകയാണെങ്കിൽ അത് ആ രാഷ്ട്രീയ പാർട്ടി നേരെ NDA-യിലേക്ക് പ്രവേശം. LDF-ലെയും UDF-ലെയും ഘടകകക്ഷികളും NDA-യിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ BJP നയിക്കുന്ന NDA മുന്നണി അധികാരത്തിലേക്ക് വരാനുള്ള നാളുകളിലേക്കായിരിക്കും ഇനി അങ്ങോട്ട് പോവുക. അമിത്ഷാ വന്നിട്ട് പോയ ചെറിയ ഒരു 1.5 ദിവസത്തെ സന്ദർശനം എന്ന് പറയുന്നത് വെറുതെ കേരളം കാണാൻ, തിരുവനന്തപുരം കാണാൻ വന്നതല്ല. ഇത്തരത്തിലുള്ള ചില തന്ത്രങ്ങളുമായിട്ടാണ്, ചില പൊടിക്കൈകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഏത് തരത്തിൽ പോകണം, വാർഡ് തല നേതൃസംഘമോ ഒക്കെ തന്നെ അവരെ അഡ്രസ്സ് ചെയ്യുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം, ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് BJP കേരളത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടന്നു പോകുന്ന BJPക്ക് കേരളത്തിൽ അധികാരത്തിലേക്ക് വരാനുള്ള വഴികളാണ് അമിത്ഷാ നോക്കുന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നിയോഗിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇത് വെറുതെ ഒരു നിയമനമല്ല. പലരും വന്ന് പറഞ്ഞു, രാജീവ് ചന്ദ്രശേഖർ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് ഉള്ളതെന്ന്. രാഷ്ട്രീയ പാരമ്പര്യത്തിന് അപ്പുറത്ത് ചില ബുദ്ധി, കൗശലവും കൂർമ്മതയും ഇവിടെ വേണം. ആ കൗശലവും കൂർമ്മതയുമാണ് അമിത്ഷാ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ സഖ്യകക്ഷി ഈ LDF-ലും UDF-ലും ഉള്ള സഖ്യകക്ഷികൾ ഒരുപക്ഷെ ആദ്യം വരാനായിട്ട് അല്പം വിമുഖതയിലേക്ക് മാറാം. കാരണം പെട്ടെന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ കേരളത്തിൽ മാറി മറിയുന്നത് കാണുമ്പോൾ ആശ്ചര്യപ്പെട്ടു നിൽക്കാനിടയുണ്ട്. നമ്മൾ ഏവരും അത്ഭുതപ്പെട്ടു പോകും. 2026 എന്തായാലും കേരള രാഷ്ട്രീയത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. UDF-ന്റെ പ്രതീക്ഷകളൊക്കെ തന്നെ അസ്തമിക്കുകയും ചെയ്യും. കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ടായിരിക്കും ഈ തരൂര് പിളർത്തുന്ന കോൺഗ്രസിന് കേരളത്തിലെ നായർ സമുദായത്തിൻ്റെ പിന്തുണയുണ്ടാകും. പെരുന്നയിലെ പോപ്പ് നല്ല നായരായിട്ട് അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ഡൽഹി നായർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് തരൂരിനെ. അപ്പൊ പോപ്പിന്റെ അംഗീകാരവും ഒക്കെയുണ്ട്. പിന്നെ ക്രമേണ ഈഴവ സമുദായത്തിന്റെ വോട്ട് കുറേയധികം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ചലനമായിരിക്കും ഇനി കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ചികിത്സയ്ക്ക് പോയിരിക്കുന്ന പിണറായി അവിടെ തന്നെ തുടരുന്നതായിരിക്കും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.